മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖകൻ ശ്രീ ബിജു കക്കയം കൂടി അവിടെ തുടരുന്നുണ്ട്. ശ്രീ ബിജു കക്കയം, 7ാമത്തെ ദിവസം ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത അവിടെ നിന്ന് വരികയാണ്. ഈ ലോറി നിർത്തിയിട്ടിരിക്കുന്നു എന്ന തുടക്കം മുതൽ, അത് സാധാരണഗതിയിൽ നിർത്തിയിടാറുള്ള പ്രദേശമാണ്, അവിടെ പരിശോധിക്കാമെന്ന് തുടക്കം മുതൽ മനാഫ് അടക്കമുള്ളവർ പറയുന്നിടത്തു നിന്നാണ് ഇത്തരമൊരു സിഗ്നൽ ലഭിച്ചതായി പറയുന്നത്. ഇപ്പോൾ മനാഫ് പറയുകയാണ് ഈ 98% മണ്ണ് നീക്കി എന്നൊക്കെ ജില്ലാ ഭരണകൂടം പറയുന്നത് വെറുതെയാണ്, അവിടെ ഇനിയും പരിശോധന വലിയ തോതിൽ നടത്താനുണ്ട് എന്ന്. ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? തീർച്ചയായും അത് തെറ്റായ വാർത്തയാണ്. കാരണം 98% മണ്ണ് നീക്കി എന്ന് പറയുന്നത് തെറ്റായ വാർത്തയാണ്. കാരണം ഇവിടെ വന്ന ഒരാൾക്ക് മാത്രമേ അതെന്താണെന്നും എന്താണ് അതിന്റെ സിറ്റുവേഷൻ എന്നും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 50% മാത്രം എന്ന് നമ്മളെ കാഴ്ചയിൽ 50% മണ്ണ് മാത്രമേ ഇവിടുന്ന് മാറിയിട്ടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയ ആണ്. അവിടുന്ന് വളരെ വേഗത്തിലാണ് ഇപ്പം ഒരു കിറ്റാച്ചി കൂടി വന്നിട്ടുണ്ട്. ഇവിടെ 5ഓളം കിറ്റാച്ചികളും അതുപോലെ 15ഓളം ടിപ്പറുകളും ഇപ്പോൾ ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാര്യക്ഷമമായി നേവി ആണെങ്കിലും ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ, കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ സന്നദ്ധ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. വാഹനങ്ങളുടെ കാര്യത്തിലെ ഒരു നിമിഷം പോലും വഴുകാതെ നല്ല സ്പീഡിലാണ്. ഇപ്പൊ നല്ല മഴയാണ്, ഇവിടെ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിനിടയിൽ കുറച്ച് സമയം നല്ല കാലാവസ്ഥയായിരുന്നു. മഴ വരുമ്പോൾ നമുക്കറിയാം മുകളിൽ സോയിലായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇടിയാൻ സാധ്യതയുണ്ട്. എല്ലാവരും ജാഗ്രതയിലാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും ഇനി ഈ ദൗത്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ താഴ്ഭാഗവും നമ്മളെ ലോറിയുടെ ഓണർ പറഞ്ഞതുപോലെ താഴ്ഭാഗവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഡിറ്റക്ടർ വെച്ച് ഇവിടെ ഇപ്പൊ ഈ കല്ലിലെല്ലാം ഇരുമ്പിന്റെ സാന്നിധ്യമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. അപ്പം ഡിറ്റക്ട് ചെയ്യുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ ഈ കല്ലിന്റെ ഈ ഇരുമ്പിന്റെ അംശം ഇതാണോ എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഈ കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം തീർച്ചയായും നല്ല ഒരു നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴയാണ് വെല്ലുവിളിയായിട്ട് വരുന്നത്. മഴ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ മഴയല്ല, നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തെ ഇപ്പം ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഭാഗത്തുള്ള മണ്ണാണ് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ് ഡിറ്റക്ട് ചെയ്തതെന്നുള്ളത് ഈ മണ്ണ് മാറിക്കഴിഞ്ഞാൽ റോഡ് എത്തുന്നത് വരെ മണ്ണ് ക്ലീൻ ചെയ്ത് പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്നലെയും മഴ വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നല്ലോ ബിജു. അവിടെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിൽ തടസ്സപ്പെടുമോ എന്നതടക്കം വലിയ ആശങ്കയുണ്ടാക്കിയ തരത്തിലുള്ള മഴ അതിപ്പോഴും തുടരുകയാണോ? അതെ, നമുക്ക് രാവിലെ ഈ സമയം ഇത് ഒരു മണിക്കൂർ മുമ്പ് വരെ നമുക്ക് നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പം കാലാവസ്ഥ മൊത്തം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു വലിയ മഴ, ഇപ്പം മഴയും കാറ്റ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും കാറ്റും ശക്തമായിട്ടാണ് വരിക. ചെറിയ മഴയല്ല വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഫുള്ള് ചെളി ആയതുകൊണ്ട് തന്നെ നടക്കാൻ പോലും വലിയ പ്രയാസം ആണ് ഇവിടെയുള്ള ഓരോ ആളുകൾക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ എല്ലാം പ്രാർത്ഥന എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബിജു, പ്രേക്ഷകർക്കും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് അവിടെ മനുഷ്യർ നിൽക്കുന്നത് വളരെ ചെറിയ ഇതിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മേഖല എത്രത്തോളം വലുതാണ്, അവിടെ കുന്നുകൂടിയിരിക്കുന്ന മണ്ണിന്റെ അളവ് എത്രത്തോളം വലുതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ്. ഇപ്പോഴും ആ പ്രദേശത്ത്, അപ്പോൾ നേരത്തെ മനാഫൊക്കെ പറഞ്ഞതുപോലെ ലോറി പൂണ്ട് കിടക്കാൻ പാകത്തിലുള്ള മൺകൂനകളുണ്ട്. തീർച്ചയായും. കാരണം ഇതില് 2-3 സംശയങ്ങൾ. ഇത് ഉത്ഭവിക്കുന്നത് തന്നെ ഒരു നാഷണൽ റോഡ് അതോറിറ്റി പിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുന്ന് സോയലായിട്ടാണ് വന്നിരിക്കുന്നത്. വെള്ളം കെട്ടി നിന്ന് ആ വെള്ളം കെട്ടിയിരുന്ന മണ്ണ് അവിടുന്ന് തള്ളിപ്പോരുകയാണ് ചെയ്തത്. നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു ഉരുൾപൊട്ടലായിട്ടല്ല വന്നിട്ടുള്ളത്. ഇത് തള്ളിപ്പോരുകയാണ് ചെയ്തത്. ആ തള്ളലിലാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ഥലം മുഴുവൻ. അതും നമുക്ക് അതില് ഒരിക്കലും നിർണ്ണയിക്കാൻ കഴിയാത്തൊരു കാര്യം,
ഇതിന് 500 മീറ്റർ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പുഴയാണ്. ഈ പുഴയ്ക്ക് 500 മീറ്റർ അപ്പുറമുള്ള 3 വീടുകൾ ഇതിൽ, അതുപോലെ തന്നെ ഒരു തുരുത്ത് തന്നെ ഈ പുഴയ്ക്കകത്ത് രൂപപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഇത് അങ്ങനെയൊക്കെ വരണമെങ്കിൽ, അതുപോലെ തന്നെ ഒരുപാട് മണ്ണ്, ഇത്രയും മണ്ണ് അവിടെ ഡംപ് ചെയ്യണമെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ബിജു കക്കയം സംസാരിച്ചതിന്. മനാഫും ബിജുവും ഒക്കെ പറയുമ്പോഴാണ് അതിൻ്റെ ഇപ്പോഴും ഈ പറയുന്ന 98% കണക്കൊക്കെ ജില്ലാ ഭരണകൂടം വെറുതെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നതാണ്. അതിനപ്പുറത്ത് ഇപ്പോഴും അവിടെ കുന്നുകൂടി കിടക്കുന്ന മണ്ണിൻ്റെ അളവ് എത്രത്തോളം വലുതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്.